ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള 2024-25 വർഷത്തിലെ ഒരു ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡൽ ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യൽ സയൻസിൻ്റെ മലയാളം മീഡിയമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 1. ഒരു കുടുംബം ഭക്ഷ്യ ഉപയോഗത്തിനും ഭക്ഷ്യേതര ഉപയോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. അപ്പോൾ എന്താണ് കുടുംബ ചെലവ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്രതീക്ഷിത ചെലവ്, അപ്രതീക്ഷിത ചെലവ് എന്നിവയ്ക്ക് കൂടുതൽ ഉദാഹരണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഒരു പട്ടിക ഉണ്ട്, പ്രതീക്ഷിത ചെലവും അതുപോലെ തന്നെ അപ്രതീക്ഷിത ചെലവും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രതീക്ഷിത ചെലവിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും? ആഹാരം, വൈദ്യുതി ബില്ല്, പത്രം, വിനോദം, വസ്ത്രം എന്നിവയൊക്കെ നമുക്ക് പ്രതീക്ഷിത ചെലവിൽ കൊടുക്കാം. ഇനി അപ്രതീക്ഷിത ചെലവിലാണെങ്കിലോ പ്രകൃതിക്ഷോഭം, രോഗങ്ങൾ, വിലവർധനവ്, മരണമൊക്കെ കൊടുക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ, കുടുംബ ബഡ്ജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? അപ്പോൾ എന്തെല്ലാം നേട്ടങ്ങളാണ്? വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, അതുപോലെ തന്നെ വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു, മിത്യവ്യയശീലം, അധിക ചെലവുകൾ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം കൊളാഷ് നിരീക്ഷിക്കുക. അപ്പോൾ എന്താണ് കൊളാഷിൽ തന്നിട്ടുള്ളത്? ഗ്രേറ്റ് ട്രാക്ക്, 1ാം ബൂവർ യുദ്ധം, കോളനിവൽക്കരണം. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികളായിരുന്ന ജനവിഭാഗങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഏതെല്ലാമായിരുന്നു? സാൻ, ഗോഡ്സ എന്ന വിഭാഗക്കാരായിരുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ, മുകളിൽ കൊടുത്ത കൊളാഷ് നിരീക്ഷിച്ച് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് കുറിപ്പെഴുതുക. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് എഴുതിയാൽ മതി. ഇവിടെ 3 തന്നിട്ടുണ്ട്, വായിച്ച് നോക്കുക. ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. കോളനിവൽക്കരണം. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളെയും മേൽ അധികാരം സ്ഥാപിച്ചിട്ട് അവിടുത്തെ രാഷ്ട്രീയവും സാമൂഹികവും അതുപോലെ അവിടുത്തെ എല്ലാതും ഇവർ കൈകാര്യം ചെയ്യുക, ഇവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഗ്രേറ്റ് ട്രാക്ക് എന്താണെന്നും 1ാം ബൂവർ യുദ്ധം എന്താണെന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. മഹാശില കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് എന്ത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. മഹാശില കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്. കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടികൾ, തൊപ്പിക്കല്ല്. ഏതാണ് ഉത്തരം? നന്നങ്ങാടികൾ. ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇടയ്ക്കൽ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ, പ്രാദേശിക ചരിത്ര രചനയെ സഹായിക്കുന്ന സ്രോതസ്സുകൾ എന്തെല്ലാം? അപ്പോൾ എന്തെല്ലാം സ്രോതസ്സുകളാണ് സഹായിക്കുന്നത്? നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ, പ്രാദേശിക നിരീക്ഷണം, ഓർമ്മകൾ, സ്ഥലനാമ
നാമചരിത്രങ്ങൾ, ആധാരങ്ങൾ. അപ്പോൾ ഇവയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിദൂര സംവേദനം? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? അപ്പോൾ എന്താണ് ആ രീതിക്ക് പറയുന്ന പേര്? ആകാശീയ വിദൂര സംവേദനം. ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ. ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകൾ ആണുള്ളത്. ഏതെങ്കിലും 2 സാധ്യതകൾ എഴുതുക. എന്താണ്? കാലാവസ്ഥ പഠനത്തിന്, അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പഠനത്തിന്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മാപ്പ് ഒന്ന് നന്നായി നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? ഭൂപട വായനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചെഴുതണം. അപ്പോൾ എന്തൊക്കെ വേണം? തലക്കെട്ട്, തോത്, അക്ഷാംശരേഖകൾ, രക്ഷാംശരേഖകൾ. അപ്പോൾ ഇതിലേതെങ്കിലും 4 എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 5 നോക്കാം. പ്രവർത്തനം 5. പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ചില മുന്നറിയിപ്പ് ബോർഡുകൾ വർണ്ണവിവേചനത്തിൻ്റെ സാമൂഹിക അവസ്ഥ പ്രകടമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വർണ്ണവിവേചനം എന്നാൽ എന്ത്? എന്താണ് വർണ്ണവിവേചനം? എന്താണ്? കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിൻ്റെ സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം. ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ദക്ഷിണാഫ്രിക്കയിൽ നടപ്പാക്കിയിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കറുത്ത വർഗക്കാർ അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിതാവസ്ഥയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം? പാസ് നിയമങ്ങൾ, ഗ്രൂപ്പ് ഏരിയ നിയമങ്ങൾ, ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമങ്ങൾ, ബന്ധു അധികാര നിയമങ്ങൾ, പ്രത്യേക സൗകര്യ സംവരണ നിയമങ്ങൾ, ബന്ധു വിദ്യാഭ്യാസ നിയമങ്ങൾ എന്നിവ കൊണ്ട് ആഫ്രിക്കൻ ജനത അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.